കേരള മനസാക്ഷി ഞെട്ടിയ കൊലപാതകമായിരുന്നു ആലപ്പുഴ ചെങ്ങന്നൂരിലെ ഭാസ്കര കാരണവർ കൊലക്കേസ്. കൃത്യം നടത്തിയ പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകിയതോടെ വീണ്ടും കാരണവേഴ്സ് വില്ലയും ഭാസ്കര കാരണവരും വാർത്തകളിൽ നിറയുകയാണ്. പതിനാറ് വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2009 നവംബർ 7 കേരളം ഞെട്ടിയ കൊലപാതകം ഉണ്ടായത്. ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് തുരുത്തിമേൽ കാരണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടു. പിന്നീട് കാരണവർ കൊലക്കേസ് എന്ന പേരിൽ അറിയപ്പെട്ട ക്രൂര കൊലപാതകം. മുഖ്യപ്രതി ഭാസ്കര കാരണവരുടെ മരുമകൾ ഷെറിൻ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ഷെറിന്റെ ശിക്ഷ 14 വർഷം പൂർത്തിയായ സാഹചര്യത്തിലും സ്ത്രീ എന്ന പരിഗണന നൽകണമെന്ന് ഷെറിൻ സമർപ്പിച്ച അപേക്ഷയും പരിഗണിച്ചാണ് ശിക്ഷയിൽ ഇളവ് ചെയ്ത ജയിൽ മോചനത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയത്. ശാരീരിക വെല്ലുവിളികളുള്ള ഭാസ്കര കാരണവരുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാവി സുരക്ഷിതമാക്കാനും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു 2001 ഇവർ വിവാഹിതരായത്. ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ അത് കൊലപാതകത്തിൽ കലാശിച്ചു. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സഹായം കൊണ്ടും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VK വാസുദേവന്റെ പ്രയത്നം കൊണ്ടും അന്നത്തെ CI ജ്യോതികുമാറിന്റെ ശരിയായ അന്വേഷണം കൊണ്ടുമാണ് പ്രതിക്ക് മാവേലിക്കര സെഷൻ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചതെന്ന് കേസിലെ ഒന്നാം സാക്ഷി അനിൽ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു കൊലപാതകം ഷെറിൻ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കൊന്നതാണ്. പണത്തിന് വേണ്ടി മറ്റ് ആൾക്കാരെ കരുതി കൂട്ടി കൊണ്ടുവന്ന് കാരണവരെ കൊലപ്പെടുത്തി. ഇന്ന് ഈ വീട് അനാഥമായി. അന്നത്തെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ്റെ സഹായവും കൊണ്ടും അന്ന് ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലെ VK വാസുദേവൻ അവരുടെ പ്രയത്നം കൊണ്ടും ചെങ്ങന്നൂർ CI ആയിരുന്ന ജ്യോതികുമാർ സാറിൻ്റെ പ്രേരണ കൊണ്ടും മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി N അനിൽകുമാറിൻ്റെ കഴിവും പ്രാപ്തിയും പ്രയത്നം കൊണ്ടുമാണ് ഷെറിൻ അന്ന് ശിക്ഷ അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും ഈ ഷെറിൻ പുറത്തിറങ്ങുവാന്ന് പറഞ്ഞു. നാളെ ഒരാളെയും കൊല്ലരുതാണ് കാരണം അവരുടെ അനന്തര നിലയിൽ എനിക്ക് പറയണം. അന്വേഷണം മികച്ച രീതിയിൽ നടന്നതിനാലാണ് ജീവപര്യന്തം ലഭിച്ചതെന്ന് കാരണവരുടെ സുഹൃത്തും ചെറിയനാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന VK വാസുദേവൻ പറഞ്ഞു. അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ജ്യോതികുമാർ എന്ന് പറയുന്ന ആളായിരുന്നു. DYSP അദ്ദേഹം അന്തരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെയും കൂടെ നേതൃത്വത്തിൽ പേര് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെയും കൂടെ ശക്തമായ അന്വേഷണവും ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലും കൊണ്ട് പ്രതിയെ തിരിച്ചറിയുന്നതിനും അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിനും സ്പെഷ്യൽ കോടതി, എനിക്ക് തോന്നുന്നു മാവേലിക്കര സ്പെഷ്യൽ കോടതിയിലാണ് ഈ കേസ് വിചാരണ നടന്നത്. ഞാനും ഒരു സാക്ഷിയായിരുന്നു. ന്യായമായും പറയേണ്ട കാര്യങ്ങൾ, വസ്തുതാപരമായ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയത്തില്ല. ശിക്ഷാ കാലയളവിനിടെ 500ഓളം ദിവസം പ്രതി വെളിയിലായിരുന്നു. ഉന്നത ഇടപെടലാണ് പരോളിന് പിന്നിലെന്ന ആരോപണം ശക്തമായിരുന്നു. ജയിലിനകത്തും ആഡംബര ജീവിതമാണ് ഷെറിൻ നയിച്ചതെന്ന് പറയുന്നു. ജയിലിലെ VIP സന്ദർശനവും വലിയ ചർച്ചയായിരുന്നു. ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ട കേസിന്റെ വിധി വന്ന ശേഷം കാരണവരുടെ മകനും ഷെറിന്റെ ഭർത്താവുമായിരുന്ന ബിനുവിനെയും മകനെയും സഹോദരങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയതോടെ കാരണവേഴ്സ് വില്ല അനാഥമാവുകയായിരുന്നു. ചെറിയനാട് പഞ്ചായത്തിലെ ആഡംബര വീടുകളിലൊന്നായ കാരണവർ വില്ല വിൽപ്പനക്ക് വെച്ചിരുന്നു. ഷെറിന്റെ മോചന വാർത്തയ്ക്കിടെ നടക്കുന്നൊരു കൊലപാതകത്തിന്റെ ഭീകരതയും പേരെ കാരണവേഴ്സ് വില്ല ചെറിയനാടുണ്ട്. ആരാലും തിരിഞ്ഞു നോക്കാതെ. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.